നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു നാണമുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കണ്ടതാണോ? നാണം കുറഞ്ഞു. 70 ക്യാമറ 72 ക്യാമറ എവിടെ ഉണ്ടായിട്ട് നിങ്ങൾ കണ്ടതാണോ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? ഞാൻ കണ്ടതാണ് ലാലേട്ടാ, ഞാൻ കണ്ടതാണ്. അനുമോളല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിലും എന്റെ പൊന്നി ലാലേട്ടാ ഇമാതിരി പണി നമ്മക്കല്ല അഭിമാനം പണിയും വെച്ചിട്ടില്ല പണി വേണ്ട. മനസ്സിലായല്ലോ? ആരാ നിങ്ങളെ വിറ്റ് തിന്നുന്നത്? മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇവിടെ അറിയപ്പെടുന്നത് കോമാളി ഷോന്റെ ഇതിലും നല്ലത് എൻ്റെ അഭിപ്രായത്തിനില്ല. ഇതിലും നല്ല അന്തസ്, അതായത് നമ്മൾ ചില ബസ് സ്റ്റാൻഡുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്താഴ ഭക്ഷണിക്ക് വേണ്ടിയിട്ട് ചില ആൾക്കാർ നിൽക്കുന്നതാണ്. ഏത് ദിവസം വൈകുന്നേരം 7 മണി കഴിഞ്ഞാൽ അവർക്കുണ്ട് എന്ന് എനിക്ക് പറയാനുള്ള അത്ര ഭയങ്കര കൂതറയായ ഷോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് കുട്ടികളെ ഒന്നും കൊണ്ട് നിങ്ങൾ കാണിച്ചേക്കല്ലേ. അങ്ങനെയല്ല, നമ്മളെ റിവ്യൂ കാണിച്ചേക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണാത്ത ഇതില്ല. കാരണം ഇവന്മാര് ഒരുത്തേ എന്ന് പറയാ ജെൻഡർ എന്താണെന്ന് ഇതുവരെ പറഞ്ഞ ഒരു ഡോക്ടറെ കൊണ്ടുപോകാൻ എനിക്ക് തപ്പി നോക്കുന്നാന്ന് ജെൻഡർ എന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തോ ഒലക്കായാലും ബിഗ് ബോസിൽ വരുന്ന ഈനാണോ? ഏതോനാടാ ഇതിന്റെ ഡയറക്ടർ? ഏതവനാ ഇതിന്റെ ഡയറക്ടർ? അതാ എനിക്ക് അറിയേണ്ടായിരുന്നേ. അല്ല, ഇതിന് ഈ എന്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഒന്നും ഇല്ലേ? അല്ല, ഈ അവിടെ മലയാളം ഭയങ്കര പ്രോഗ്രസീവ് ചിന്താഗതിക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓയ്യോ എന്തെങ്കിലും പറഞ്ഞു പോയ കുലസ്ത്രീ തന്ത വൈബ് പിന്നെ എന്താണ്ടൊക്കെയോ പറയില്ലേ. അനുമോൾ അങ്ങനെ പറഞ്ഞപ്പോഴേ അനുമോൾ അങ്ങ് വലിച്ചു കീറി എന്നുള്ളതാണ്. ഇപ്പോഴേ അവിടെയുള്ള എല്ലാം വലിഞ്ഞു കീറുമ്പോ അനുമോൾ ഉണ്ടല്ലോ, അമ്മച്ചി ഉണ്ടല്ലോ, അനുമോളെ തെറി പറഞ്ഞു കൊടുക്കുന്ന റിവ്യൂ അമ്മച്ചിണ്ട്. അമ്മച്ചിനെ കാണാനേ ഇല്ല ഇപ്പൊ. മനസ്സിലായ? നമുക്ക് ഒരു മുഖം മൂടിയിട്ടിട്ട് ഒരു 2 ആഴ്ചയിൽ കൂടുതൽ എല്ലാവരുടെയും ഫേസ് ഇപ്പൊ റിവീൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒറിജിനൽ ക്യാരക്ടർ ഇങ്ങനെ പുറത്തു വരും. നമ്മൾ പ്രോഗ്രസീവ് ചിന്താഗതി ഒക്കെ പറയും. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതൊന്നുകൂടി ഞാൻ പറയാം. അതായത് മോഹൻലാൽ ചോദിച്ച ഓർമ്മയുണ്ടാ, ഞാൻ എന്റെ വീട്ടിൽ കയറ്റും, എന്റെ ഇത് കയറ്റും എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടാ? മോഹൻലാലും കയറ്റൂല. മനസ്സിലായ? മോഹൻലാൽ കേട്ടില്ല. അതിപ്പം വീട്ടിൽ വന്നതിനെ കൊണ്ട് ഇപ്പൊ എന്തെങ്കിലും അതല്ല പറയുന്നത്, അതല്ല അഭിപ്രായത്തിന്റെ അല്ല. എല്ലാവരും ഈ ഷോയ്ക്ക് വേണ്ടിട്ട് പലതും പറഞ്ഞിട്ട് ഇവന്മാരുടെ ഇത് ഓർത്തു. ഇപ്പോ ഈ 2 ആഴ്ച മുമ്പ് പറഞ്ഞേ ആദില തന്നെ പറയുന്നില്ല ഈ പ്രോഗ്രസീവ് ചിന്താഗതിയൊക്കെ കൊള്ളാം. എല്ലാ സ്ഥലത്തും ഇതൊക്കെ പ്രോഗ്രസീവ് ചിന്താഗതി എന്ന് പറഞ്ഞിട്ട് നടക്കാൻ പറ്റുമോ? അവള് പറയുന്ന ഡയലോഗ് അത്. സ്വന്തം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വന്ന ഒരാള് തന്നെ നെവിനെ പറ്റി ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അല്ല, വേറൊരു കാര്യവും കൂടി ഞാൻ പറയട്ടെ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാമറക്കിടയിൽ നമ്മൾ കാണാതെ പലതും ഉണ്ട്. എന്തായാലും ഈ ഷാനവാസിനെ പറ്റി നമ്മൾ അറിഞ്ഞില്ല. അതുപോലെ വേറെ ആര്യനില്ലേ, ആര്യൻ കിടക്കുന്ന കാര്യവും അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ഇവരിവിടെ ഒരു കട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ബിഗ് ബോസിലൊന്നും പോകണ്ട, അതിന്റെ ആ ഒരു എഡിറ്ററിനെ ചായ മേടിച്ചു കൊടുക്കുന്ന ഒരുത്തനായിട്ടുള്ള ഒരു പോസ്റ്റ് കിട്ടിയാൽ മതി. കാരണം എന്നാ അതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് ഒറിജിനലായിട്ട് കാണാലോ. ഇത് ഇവന്മാരുടെ കട്ടും കഴിഞ്ഞിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോ ഇത് കട്ട് കാണിക്കാതെ അത് നാട്ടുകാർ കണ്ടോട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ആ പുതപ്പ് മേലോട്ടും താഴോട്ടും പോകുന്ന രംഗമില്ലേ ആര്യന്റെ, അത് അന്ന് വിട്ടത്. പ്രവീണ് പറഞ്ഞല്ലോ, അനുമോള് പറഞ്ഞത് കറക്റ്റാണ്. അവിടെ പല കാര്യങ്ങളും നടക്കും. അവിടെ എല്ലാവർക്കും അറിയാം സംഭവങ്ങളുടെ കാര്യങ്ങളെല്ലാം. പക്ഷെ എല്ലാരും എന്ന് പറഞ്ഞ് ഈ ലാലേട്ട് നാണമുണ്ടോ നിനക്ക്? നാണമുണ്ട് എന്താ ഇയാളോടില്ല റെസ്പെക്ട് പോയായിരുന്നു. അതാണ് സത്യം. ഇന്നത്തെ ഒരു എപ്പിസോഡ് സത്യം. അയ്യോ, ആ മോഹൻലാൽ എന്ന് പറയുന്ന വിറ്റത് അങ്ങേരൊന്നും. ഇനിയെങ്കിലും എന്റെ പൊന്നു മിസ്റ്റർ മോഹൻലാലെ, ഇനിയെങ്കിലും ഇത് ഫാമിലി ഷോയാണ്, ഇത് ലോകം തെച്ചും കാണുന്നതാണ്. ഇന്ന് ഇത് പെയ്ഡ് ഷോ ആക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഹോട്ട്സ്റ്റാറിൽ അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്കില്ലേ ഈ ടൊവിനോ തോമസ്, പൃഥ്വിരാജ്, അതുപോലെ തന്നെ മമ്മൂട്ടി എല്ലാം ഇതിന്റെ അകത്ത് വരുന്നുണ്ട് എന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ മോഹൻലാൽ മാറിയിട്ട് മുട്ടകാലി ഞാൻ കാരണം ഉള്ള ബലി കൂടി പോവാനേ. അല്ല, നീ ആലോചിച്ചു ആ മനുഷ്യൻ എത്ര ബലിയുണ്ട് അയാള് ബല കളിയിൽ. ഇതൊക്കെ വന്നിട്ട് ഡിസ്കസ് ചെയ്യുന്ന ലാലേട്ടന്റെ അവസ്ഥ എത്രമാത്രം നമ്മളെല്ലാം ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് ചീള് കേസുകളെ കേസിന് വേണ്ടി ഇനിയും ചോദിക്കണ്ടേ? ഷാനവാസ എവിടെ പിടിച്ചെന്നാ പറയുന്നത്? നിന്നെ എവിടെ പിടിച്ചത്? നിന്നെ എവിടെയാണ് അഭിലാഷയെ പിടിച്ചത്? ഇതൊക്കെ ചോദിക്കണ്ടേ ഇനി അയാള്?
ശരിക്കും ഈ പറഞ്ഞാൽ ആര്യൻ എന്ന് പറയുന്നവന് എന്റെ അഭിപ്രായത്തിന് അതിനെ ഒന്നിക്കലും തളർത്തിയിടും അതായത് ഏടിക്കലും മോനെ നീ ഈടെ കിടന്നോ ഇനി അങ്ങോട്ട് കയറണ്ടെന്ന് പറയാ. പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യമുണ്ട്, അവിടെയുള്ള കുലസ്ത്രീകളായിരുന്നു അവിടെ. എന്താ വെച്ചാൽ ഇവർ ഈ ആര്യൻ തന്നെ പറഞ്ഞിട്ട് ഒരു വകുപ്പിനുള്ളിലായിരുന്നു. അതോ നമ്മൾ കാണുന്നില്ല. അത് ആരും പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. കാരണം റെനെ ആയാലും ജിസേൽ ആയാലും ശൈത്യ ആയാലും ഇവരുള്ള സമയത്ത് ഇവർ 3 പേരും ഒരു അല്ല വേറൊരു കാര്യം, ഇന്ന് ആര്യം കുറെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതായത് ഞങ്ങൾ എല്ലാവരും ഒരു പുതപ്പിന്റെ ഉള്ളിലായിരുന്നു. നമ്മള് ചെറുതേ കണ്ടുള്ളൂ. അപ്പൊ ഇതിന്റെ ഉള്ളില് ഈ ആര്യം തന്നെ പറയുന്നത് ഒരുപാട് നടന്നിട്ടുണ്ടെന്ന്. ആര്യം തന്നെ പറയുന്നില്ല നമ്മളെല്ലാവരും ഒരു പുതപ്പിന്റെ ഉള്ളിലായിരുന്നു. ഇത് കണ്ടതിന് വേണ്ടിയിട്ടാന്ന്. അത് സത്യമാണ്. അവര് പലപ്പോഴും കാണാറുണ്ട്. നമ്മള് തന്നെ ഞാൻ അതാ പറയുന്നത്. ഞാൻ അതാ പറയുന്നത് എന്നാ അറിയാ, ഇന്ന് ഇവന്മാരെ ആ ഉടായ്പ ഇത് ലൈവല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് എഡിറ്റഡ് ഷോയാന്ന്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളാ ഇവിടെ കാണാതെ പലതും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം എന്തുകൊണ്ട് ഇത് അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവര് പലതും എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാടാ. അവര് ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പലതും അവിടെ കണ്ടിട്ടുണ്ട്. കുറേയൊന്നും അവർക്ക് പുറത്തു വിടാൻ പറ്റില്ല. അവന്റെ പേഴ്സണൽ ഡയറിയിലുണ്ടാവും ചിലപ്പോഴേ. ഈ എഡിറ്ററെ പേഴ്സണൽ ഡയറിയിലുണ്ടാവും. മിക്കവാറും എന്ന് പറഞ്ഞാൽ പല സീനുകളും. അല്ല പണ്ട് ഏതോ ഒരു ബിഗ് ബോസിൽ ഒരു അങ്ങനെ പറയുന്നിട്ട് നടന്നേ. ഏത് നമ്മളെ നാട്ടിലൊന്നും അല്ല. എന്ന് വെച്ചാൽ ടോയ്ലറ്റ് എന്നെല്ലാം പിടിക്കലുണ്ടല്ലോ പറഞ്ഞ് അത് രണ്ടാളും കയറിയിട്ട് ബിഗ് ബോസിലെല്ലാം കപ്പിൾസിന് റൂമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത സീസൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ വേറെ അതുപോലെ ഇനി മലയാളത്തിലേക്ക് കൊണ്ടുവരാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് അതിന് വിട്ടോ. എന്നാലും നമ്മള് ചില സംഭവത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പൈസ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഘടകം മാത്രമാണ്. മോഹൻലാലിനെ പറ്റിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് ഈ ദാരിദ്ര്യം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അയാളെ കൊണ്ട് ഇങ്ങനെ കോമാളി വേഷം കെട്ടിക്കുമ്പോൾ ആ പെരുമ്പാവൂർ ആന്റണിക്കും ഒന്ന് പറഞ്ഞൂടെ, എടോ ലാൽ സാറിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റൂല കേട്ടോ, ഇത് ചെയ്യല്ലേ, ഇത് മോശം, സാറിനോട് ചോദിക്കാണ്ട് അല്ലേ, ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ. ഇമാതിരി ജനങ്ങളെ കൊണ്ട് ഇമാതിരി തന്തക്കൂലി. നമുക്ക് ശനിയാഴ്ചത്തെ എപ്പിസോഡിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിന്റെ കാര്യം അല്ലെ, ഇന്നത്തെ ഇന്ന് എപ്പിസോഡ് പറഞ്ഞാൽ മൊത്തം ലാലേട്ടനെതിരെയുള്ള പൊങ്കാലിയാണ്. ലാലേട്ടൻ അനുമോളോട് മാപ്പ് പറയണം. അനുമോളോട്. കാരണം നമ്മളെ അനുമോളെ പിടിച്ചിട്ട് ഇയാൾ കുറെ നാണമുണ്ടോന്ന് ചോദിച്ചാലേ മനസ്സിലാക്കണം. അതിന് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞേ മതിയാവും. അത് അതിലും വലിയ കച്ചറിയല്ലേ ഇവിടെ നടക്കുന്നത്. അവിടെ എന്റെ അഭിപ്രായത്തിനൊന്നും ഒരുത്തനെയും വീട്ടിൽ. പക്ഷെ വേറെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാ, ആ അനീഷ് ഉണ്ടല്ലോ, അവനാന്ന് ശരിക്കുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് കയ്യടിയാ കൊടുക്കണം എന്നാ കാണുന്നത്. അതാ ഞാൻ പറഞ്ഞില്ലേ സത്യം എന്താ വെച്ചാൽ അയാളാണ് ബിഗ് ബോസ്. എന്റെ അഭിപ്രായത്തിന് അയാളെ ഇനി അവതാരകനായിട്ട് വരേണ്ടത്. അത്രമാത്രം അറിവും കാര്യങ്ങളും എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ കറക്റ്റായിട്ടുണ്ട്. നീ ശ്രദ്ധിച്ചിനാ ഈ ആര്യൻ എന്ന് പറയുന്നവൻ ഇയാളെ തന്തക്കുളിച്ചിന്. എന്നിട്ട് ഇന്ന് ആര്യനോട് പറയുമ്പോൾ ഇയാൾ റോങ് ആയിട്ടുള്ള ഒരു വാക്കുപോലും ഉപയോഗിച്ചില്ല. ആര്യനോട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു, റോങ് ആയിട്ട് ഒരു വാക്കും ഉപയോഗിച്ചില്ല. നേരെ മറിച്ച് വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്തോരം തെറി പറയുന്നു. പാത്രം കഴുകില്ല, കപ്പ് കുടിക്കുക, ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നത് മനഃപൂർവ്വം എന്ന് പറഞ്ഞാൽ ഈ ആര്യൻ നല്ല റെക്കമെൻഡ് ഉണ്ട് വന്നേന്ന് മനസ്സിലായി. ആര്യൻ അങ്ങനെ എന്നിട്ട് എല്ലാരും പറയും അയ്യോ അവൻ മെച്ചേർഡ് അല്ല, അവൻ അങ്ങനെ ഭയങ്കര നോട്ടി ബോയ്. അവന് എന്താ പറയാ ഈ ജിസേലിന്റെ ഈ ബാലും ഇതായിട്ട് നടക്കുന്നതാണ്. മനസ്സിലായി. വേറെ ഒന്നിനും കൊള്ളത്തില്ല. അത് കേട്ടാ ഈ ആര്യൻ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജിസയിൽ അതിനെ ന്യായീകരിക്കും, അല്ലാതെ തെറ്റ് അതേപോലെ തന്നെ അക്ബർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന 2-3 ആൾക്കാരുണ്ടാവും. അവരെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ കണ്ണടച്ച് പിടിച്ചിട്ട് അയ്യോ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കും. അതായത് ഈ അക്ബറിനില്ലേ ശരിക്കും പറഞ്ഞ അവന്റെ ഉമ്മ ഇപ്പം പിന്നെ പനി പോയാലും ഞാൻ നേരെ നിൽക്കൂല. അതിന് നട്ടല്ലില്ല ഒന്നാമത്. അതാണ് മെയിൻ പ്രശ്നം. അതിന്റെ നട്ടല് എന്ന് പറഞ്ഞാൽ വാഴപ്പിണ്ടിയാ. എന്ന് വെച്ചാൽ അതിനെങ്ങനെയെങ്കിലും 100 ദിവസത്തോടെ പിടിച്ചേക്കണം. എന്നിട്ട് കപ്പ് ഞാൻ തന്നുകൂടാന്ന് ബിഗ് ബോസ് പറഞ്ഞിന്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പറഞ്ഞിട്ടറിയാം ഷാബുമാൻ കപ്പെടുത്തോടി. സാബുമാനെ കാണാനില്ല, കപ്പെടുത്തോടെന്ന് പറഞ്ഞു. ഇനി എന്നെ ഔട്ടാക്കിയിട്ടില്ലെങ്കിൽ അറിയാം. ഇനിയും ഷാബുമാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയും എന്നെ ഇവിടെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് മോഹൻലാലേട്ടാ മറ്റേ ബിഗ് ബോസ് ഏട്ടാ ഞാൻ കപ്പെടുത്ത് അല്ലടാ. ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞൊരു കാര്യമില്ല. അതായത് ഇവര് ചായ കുടിക്കാൻ പോകുന്നു ഇതിന്റെ ക്രൂ മെമ്പേഴ്സ്. അപ്പൊ അയാൾ ആ ഹോട്ടലിൽ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് നിങ്ങളെ ബിഗ് ബോസിലേക്കുള്ള അടുത്ത ഇതെന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരിക്കുമ്പോൾ ഇയാൾ ആ ചായ പൈസ കൊടുത്തപ്പോ പൈസ കൊടുത്തു പോയില്ല എന്ന് വെച്ചിട്ട് ഇവനുള്ളിലേക്ക് അടുത്ത് വിട്ടിയാ.
അല്ലാതെ വേറെ ഒന്നും അല്ല. മനസ്സിലല്ല, ഇന്റർവ്യൂ ചെയ്തിട്ടാണോ? സത്യം എനിക്ക് തോന്നുന്നില്ല. ഒരു വാ തുറന്നിട്ട് ഒരു അക്ഷരം പറയുന്നില്ല. വല്ലപ്പോഴും ഒന്ന് വാ തുറക്കുന്ന ആ നോമിനേഷൻ. ആ പ്രവീൺ പറഞ്ഞത് വളരെ കറക്റ്റ്. ഒരു മോർണിംഗ് ടാസ്ക് ഒക്കെ ഇവന് സ്പേസ് കൊടുത്തു. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റേ എന്താ പറയേണ്ടത്, ഇവനെക്കാട്ടി നല്ലതില്ലേ എല്ലാവർക്കും ബിഗ് ബോസിലേക്ക് എന്തെങ്കിലും ചെയ്തേനെയായിരുന്നു. അറിയാം, ഇതെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടായി പോയായിരുന്നു. ഓൻ കുറെ പാര് കാച്ചിനി, ഓൻ കുറെ നിന്നിന് പോറ്റി, ഓൻ എടിയിൽ പോയി നിന്നിന് ഓന് കിട്ടിയില്ല. അതാണ് ഇനിയിപ്പോഴും പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിന് എന്നാ നല്ലൊരു രക്ഷാന്നറിയാം. അതായത് ഇനി ഏതെങ്കിലും വല്ല ഗുണ്ടകളും ഉണ്ടോ നോക്കുക, എന്നിട്ട് ഈ ഗുണ്ടകളെയും കൊണ്ട് അങ്ങോട്ട് വിടുക. അതിന്റെ ഈറ്റുകളി ചോദിക്കാൻ അല്ല, എന്തായാലും കുറച്ച് ഉഷാറായിരുന്നു ബിഗ് ബോസ്. ഉഷാറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് എന്താ പറയണ്ട, അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ ഇപ്പോഴാണ് എന്തൊക്കെ സംഭവങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയട്ടാ. അതായത് ഈ എനിക്ക് തോന്നുന്നത് ഈ ബിഗ് ബോസിൽ പോകുന്ന മിക്ക ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ പറയേണ്ടത്, അവിടെ കുറച്ചൊക്കെ നാട്ടില് കുറച്ച് നാറിയിട്ട് തന്നെയാ പോകുന്നത്. ഉള്ള കാര്യം എന്താ പറയുക, നേരായ വഴിക്കൊന്നും ആരും പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എന്തെങ്കിലും ഒരു ഗോസിപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എല്ലാവരും പോകുന്നത്. നിർബന്ധാണല്ലോ. അതിന് ലുലു മാളിന്റെ മുമ്പിൽ പോയിട്ട് തുണിയൊക്കെ എന്നാ പറയായിരുന്നേ. കോൺട്രവേഴ്സി 4-5 ആൾക്കാർ ഇറങ്ങൂലേ, ഒന്നില്ലെങ്കിൽ പച്ചക്കോളത്തിങ്ങും പരിയിട്ട് ഇറക്കത്തില്ലേ. നെവിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നെവിൻ എന്ന് പറഞ്ഞ ഒരാള് എന്റെ അഭിപ്രായത്തിന് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പണ്ടേ ഒഴിവാക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ അയാള് പിന്നെ അയാൾക്ക് ഒരു നിയമം അവിടെ ഇല്ല. അയാളെ ഒരാള് പറയുന്നതും പറഞ്ഞാൽ കേൾക്കൂല. അയാൾ എന്ന് പറയുന്നത് അയാൾക്കായിട്ട് ഒരു നിയമം, അയാൾ എന്തും എടുത്ത് തിന്നും, എന്തും എടുത്ത് ഒളിപ്പിക്കും. ഇങ്ങനെ ഇത്രയും വൃത്തികെട്ടവൻ ഇന്ന് ഷാനവാസ് കൊടുത്തിരിക്കുന്നതില്ലേ, നല്ലൊരു കയ്യടിയാന്ന് എന്റെ വക. കൊടുക്കാടാ ഷാനവാസ്, ഏതല്ലടാ അടി. അതാണ് വേണ്ടതായിരുന്നേ. ഇവനൊക്കെ അവിടെ ഇരിക്കണം. അവിടുന്ന് എന്തോ ബോറായിട്ടുള്ളവനാണ്. അതാണ് വൃത്തികെട്ടവൻ, ഒരു ബോറായിട്ടുള്ളവൻ. മീൻസ് പലർക്കും അവിടെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവർ എന്തിനാ മാസ്ക് വെച്ചോണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓരോരുത്തരുടെ സെക്ഷുവാലിറ്റി റിവീൽ ചെയ്യാത്തത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഷോയില് വരുന്ന സമയത്ത് എനിക്ക് അതിനോട് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടില്ലേ, അവളുടെ പേരെന്തായിരുന്നു, ലാസ്റ്റ് നിമിഷത്തിൽ എനിക്ക് ഇവളോട് ക്രഷ് തോന്നുന്നു പറഞ്ഞില്ലേ, അതല്ല ശരിക്കും പറഞ്ഞ തേഞ്ഞൊട്ടിട്ട് ഇപ്പം എന്താ പറയേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിനോട് ചെയ്യുന്ന ഒരു ചതിയല്ല. ഞാൻ നിന്നോട് ഓരോരുത്തരുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് അറിയാതെ നമ്മൾ എനിക്ക് ഇപ്രാവശ്യം നിനക്ക് വേറെ വിറ്ററിയാം. ഇപ്രാവശ്യം നിനക്ക് ഒരുപാട് ആൾക്കാർ ഇടുന്ന് ഒഴിഞ്ഞു പോയി എന്നാ കാരണം എന്നറിയാം. അതായത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുവാന്ന്. ഇനി ഷാനവാസിന് ഒരു ചാൻസും കിട്ടത്തില്ല, എവിടെയും ഒരു ചാൻസും കിട്ടൂല. അതാണ് നീ മനസ്സിലാക്കേണ്ടത്. ഏഷ്യാനിൽ ഇപ്പോൾ ഉള്ള സീരിയലില്ലേ, ഒരെണ്ണത്തെ പോലും ഇവരെടുക്കൂല, ഇവർ ഒഴിവാക്കും. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിവിൻ എന്ന് പറയുന്നവൻ കാണിക്കുന്നത് മഹാവൃത്തികേടാണ്. ഒരാൾക്ക് പോലും അവന് ഇഷ്ടമല്ല. അവൻ ഏതായാലും ഷാനവാസ് എന്നൊരു മല്യലയാണെങ്കിൽ ശരി പറഞ്ഞത് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവൻ എന്തോ ഒരു ഓവറായിട്ട് എന്തോ ഒരു ഇത് ചെയ്യണം എന്നുള്ള പോലെയാണ് അവന്റെ നടപ്പ്. പേഴ്സണൽ എന്താ പറയണ്ടേ, റിവെഞ്ച് എടുക്കുന്നത് പോലെ. ആദില നൂറന്റെ കേസിനെ നോക്കുക, അവൻ സംസാരിക്കുന്നത്. ആദില നൂറ ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ ഇവനെ തേച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ ഈ റബ്ബർ ബോൾ പോലെ എറിഞ്ഞതാണ് നടന്ന്. എന്നിട്ടും ഇവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതാ ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറഞ്ഞ് ഇവന്റെ കമ്മ്യൂണിറ്റിക്ക് വരെ നാണക്കേടാന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയും പേടിത്തൊണ്ടരാന്ന് നടന്ന്, പേടിച്ച് കരിയും നടന്ന് ഇങ്ങനെ കരിയും പേടിച്ചിട്ട്. ഇവനൊക്കെ ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാണോ ഇതിൻ്റെ അകത്ത് വരുന്നത്? അതാ ഞാൻ ചോദിക്കുന്നത്. ഇവനാണോ ഈ ധൈര്യത്തിൽ നിൽക്കുന്നവൻ? ഇവനാണോ ഈ ധൈര്യത്തിൽ മറ്റേ മുട്ടാൻ നിൽക്കുന്നവൻ? ഒന്ന് പോയപ്പാടുന്നെങ്കിൽ ഒരു എന്താണ് അവര് പറയുന്നത്? പ്രോബ്ലം അഭിലാഷ് എന്റെ സെക്ഷുവാലിറ്റി ചോദിച്ചു, അതെന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഇന്നതാണെങ്കിൽ ഞാൻ ഇന്നതാണ് എന്ന് പറയുന്നതിന് എന്താ പ്രോബ്ലം? അല്ല, ഇനി ഞാൻ പറയുന്നത് വേറൊരു കാര്യമുണ്ട്. ഇതിന്റെ അകത്ത് കുറെ കള്ളക്കൂട്ടങ്ങളും കയറുന്നുണ്ട്. അത് നിനക്കറിയാം. അതായത് ഞാൻ നിന്നോട് പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് കയറണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാസ് കാണിക്കണം. ആ മാസം ഒന്നും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയും കയറി. ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ചില സമയത്തൊക്കെ നമ്മളാ ഈ ട്രെയിനിലൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല ഇല്ലേ? അതും കൂടി നല്ലതായിട്ട് ജീവിക്കുന്നവർക്കുള്ള പറയിക്കല്ലേ. എന്തിനധികം പറയാം, നമ്മുടെ ടൗണിൽ തന്നെ ഒരു സമയത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നില്ലേ. പിന്നെ അത് അങ്ങനെയുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കയറാനും ചില ആൾക്കാർ ഇതിനെ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ കയറുന്ന ടീമുകളും ഉണ്ട്. ഇതിന്റെ അകത്ത് മൊത്തം ഈ അഭിഷേക് ജയദീപിന്റെ കൂടെ കുറെ റീൽസിലൊക്കെ നിവിനെ കണ്ടിട്ടുണ്ട്. അതിന് അവന്റെ ഗാർഡിയനാണ് എന്ന് വെച്ചാൽ അഭിഷേക് ജയദീപിന്റെ റെക്കമെൻഡിലാണ് വന്നിരിക്കുന്നത്.
ജാൻമണിൻ്റെയും അവരെ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നതായിരുന്നു അവരെ ആ ഇതിൽ. ഇനി അവരെ കൂടെ നടക്കുന്നുണ്ട് വെച്ചിട്ട് എല്ലാവരും അവരെ പോലെ ഇതാവില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇവര് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് കയറാൻ പല ആൾക്കാരും പലതും ചെയ്യൂ, മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എത്ര ആൾക്കാർ തുണിയില്ലാണ്ടായിരുന്നിനി. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഇതിടുന്ന ഊളകളില്ലേ, ആര് നമ്മളെ പ്രഡിക്ഷൻ ലിസ്റ്റ് ഇടുന്നേ, ഒരു നാണവും മാനവും ഉളുപ്പില്ലാണ്ടിട്ട് അവരൊക്കെ വരുന്നു പറഞ്ഞിട്ട് ഇത് കൂട്ടിനായിരുന്നു. അല്ല നീ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ വിചാരിച്ചു അതിന്റെ അതങ്ങാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ പിന്നെ സുചിത്ര വരെ മോഹൻലാൽ അല്ല ഇവിടെ ഇത് തന്നെ കാണുന്നത് കണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. അപ്പൊ ആ കണക്കിന് മറ്റേ നമ്പ്യാർ അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ പ്രൊഡിക്ഷൻ നമ്പ്യാറും മറ്റേ എന്നാ പറയണ്ടേ മറ്റേ എല്ലാം ഉണ്ട് കൊറേ എണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാ പറയേണ്ടത് ജെട്ടിയും ബ്രേസറും ആയിട്ട് അതിൻ്റെ അകത്ത് നടന്നു തന്നെയായിരുന്നു, മനസ്സിലായ. മോഹൻലാലിന് ഇതന്നെയായിരിക്കും പണിയായിരുന്നു. ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അല്ല ഈ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇവരൊക്കെ എന്ത് ഡീസന്റാന്ന് നടന്നു ശരിക്കും. ഷക്കീലൊക്കെ ആയിരുന്നു അല്ലേ, അവരെ സിനിമക്ക് വേണ്ടി അഭിനയിച്ചു. അല്ല ഇതെല്ലാം ആര്യന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറാന്ന്. ആര്യൻ കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അവന് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അവന്റെ കണ്ടന്റ്, ഇത് അവൻ അറിഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്. ഇനി അടുത്ത ദിവസം അത് എനിക്കറിയില്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ അക്ബറിന്റെ ഉമ്മ വിളിച്ചു, അതുപോലെ ഓനിയലിന്റെ അമ്മ വിളിച്ചു. ഇനി എന്റെ അമ്മ വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അമ്മ വിളിച്ചിട്ട് എന്താ ഇവനോട് പറയണ്ടേ, മോനെ അങ്ങനെ പേടിപ്പിക്കരുത്, മോനെ അങ്ങനെ പേടിപ്പിക്കരുത്, അങ്ങനെയല്ല പേടിപ്പിക്കേണ്ടത് എന്നാ പറഞ്ഞു കൊടുക്കണ്ടേ. എന്ത് ഉള്ളത്തരാന്നിട്ടുകളെ ഏൽക്കുന്നത്. ഒരു പെണ്ണിനെടുക്കാൻ ഇങ്ങനെ ഇതാക്കിട്ട് അവൻ മനഃപൂർവ്വം ചെയ്തല്ലേ അത്. അവന് സോറി പറയാൻ നീ കണ്ടോ, അടുത്ത ആഴ്ച ഓൻ കണ്ടന്റ് കൊടുക്കുക ബിന്നീന്റെ അടുത്തായിരിക്കും. കണ്ടോ നീ ഓൻ ഇതേ ഇത് പിന്നെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അനുമോള് പറയുമ്പോ വരെ ഒയ്യോ വാളെടുത്തിട്ട് അനുമോളെ നീ എന്താ പറയുന്നത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബിന്നിയല്ല ഇപ്പൊ കാലുമാറി. ബിന്നി കാലുമാറുന്നല്ല, അടുത്ത ബിന്നിന്റെ അടുത്തേക്കായിരിക്കും. നീ കണ്ടോ അവളോടെല്ലാം ഡബിൾ മീനിങ് സംസാരിച്ചിട്ട് പറയുന്നത്. അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. പുറത്തു വരുന്നത് ഇവറ്റകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം കൂടെ നിന്നിട്ട് അനുമോളെ അങ്ങ് ഉണ്ടാക്കാൻ നോക്കിയതാണ്. പക്ഷേങ്കില് അത് ദൈവം കണ്ടി പൊട്ടനെ ചട്ടം ജയിച്ചാല് ചട്ടനെ പൊട്ടൻ ചതിക്കെന്ന് പറഞ്ഞ പോലെയാണ്. പൊട്ടനെ ചെട്ടി കഴിച്ചാല് അതിപ്പോ അത് ന്യൂ ബനാന ടോക്ക്, ഇത് അതും പിന്നെ പഴഞ്ചല്ലേ, ഇത് ന്യൂ ബനാന ടോക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായി കഴിഞ്ഞാൽ അനുമോളുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ പറയാ, അനുമോൾ ആ ഒരു ദിവസം അനുഭവിച്ച തീറ്റങ്ങൾ ഇപ്പൊ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കല. ലാലേട്ടൻ ഇപ്പൊ അടുത്ത ആഴ്ച ബെർണോ ബെർന്റെ ഒന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കല. വന്നിട്ട് എന്ത് പറയാനാന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്യരുത്. ഡെമോൺസ്ട്രേഷൻ അല്ല ഇനിയിപ്പോ ഇനി ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ എന്റെ മനുഷ്യ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ആ കിട്ടിയ അവാർഡ് ഉണ്ടല്ലോ അത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പുഴയിൽ കൊണ്ടുപോയിട്ടിടണം. അതാ വേണ്ടതായിരുന്നു. കാരണം ഇങ്ങനെ ബലിങ്ങനെ കളയലാന്നായിരുന്നു അല്ലേ. സത്യം പറഞ്ഞ എന്തിനിങ്ങനെ ബല കളയുന്ന ഒരു ഷോ എനിക്ക് ഹോസ്റ്റ് ചെയ്യാൻ ഒരു കാര്യം നഷ്ടലോട് കൂടിയിട്ട് പറയണോ ഇതല്ല ഈ ഷോന്റെ ഇതുപോലെ പോണെന്ന് ഈ അങ്ങേർക്ക് ഒരു വാക്കോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ആദ്യം പറഞ്ഞ 7ന്റെ പണിയാണ്. അതുപോലെ തന്നെ 7ന്റെ പണി കിട്ടിയത് അക്ബറിനും അനീഷിനും ആണ്. മോഹൻലാലിന് 7ന്റെ പണി കിട്ടിയിരിക്കുന്നു ഇപ്പൊ. മനസ്സിലായിരുന്നു. അങ്ങേരക്ക് കിട്ടും. നീ കണ്ടോ ഈ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങേരക്ക് അന്യായ തെറിവിളിയാ വരുന്നത്, മനസ്സിലായി. അങ്ങേരെ എന്തിനിങ്ങനെ ഈ മനുഷ്യൻ തെറിവിളി വെക്കുന്നത്. അതാ ഞാൻ ചോദിക്കുന്നത്. ഇയാൾക്ക് ഈ കുറച്ച് പൈസക്ക് വേണ്ടിയിട്ടാ ഇത് ആരും വെറുതെ ഷോ വന്നിട്ട് വേറൊരാളെ ഹോസ്റ്റ് ചെയ്ത് അല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നട്ടല് വേണ്ടേ. ഒന്നിക്കിന്റെ പ്രൊഡ്യൂസർക്ക് നട്ടല് വേണോ, ഇല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങേർക്ക് വേണോ. പിന്നെ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ എന്റെ അഭിപ്രായം. ഇപ്പൊ നിലവില് കുറച്ചെങ്കിലും വാതുറക്കുന്ന ഈ ഷാനവാസ് ആയാലും ആര്യനായാലും നെവിനായാലും ഒക്കെ ഇവരെല്ലാം ഇഷ്യൂ വെച്ചിട്ട് നിങ്ങൾ പറയുന്നു ഇവരെല്ലാം പിടിച്ച് പുറത്താക്കുമല്ല വേണ്ടത്. കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ വാൺ ചെയ്യണം, അതാ വേണ്ടത്. അതായത് അനുമോള കേസ് വരുമ്പോ അനുമോള കേസ് കൃത്യമായിട്ട് ഇങ്ങനെ കാണിക്കണം. ദേണ്ട നീ ഇതാ കാണിച്ചിരിക്കുന്നത്, നീ മനുഷ്യനാണോടോ ചോദിക്കണാർന്ന്. ഇനിയിപ്പം ഞാൻ പറഞ്ഞത് ഇനിയിപ്പം കുറച്ച് അവിടെ കളിച്ചോണ്ടിരിക്കുന്ന ഈ ഷാനവാസിനെല്ലാം ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് പോയില്ല, ഷാനവാസിന് പോസിറ്റീവ് തന്നെയാണ്. കാരണം കരഞ്ഞു വിളിക്കാനല്ലോ ഓനെ മോനെ കിട്ടിക്കഴിഞ്ഞ് നാട്ടുകാർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനെ ഇതാവുമായിരുന്നു. കാരണം അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു. എന്തൊരു മനുഷ്യൻ അവനായിരുന്നു. എത്രമാത്രം മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത്. കട്ടെടുത്ത് തിന്നുക, മറ്റുള്ളവർക്ക് വെച്ച് തിന്നുക, എനിക്കിതൊന്നും ഇവൻ ആരിടാ ഓൻ ആരി. അല്ല ഷാനവാസ് ഞാൻ കയ്യടിയാ കൊടുക്കുന്നതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇമ്മാതിരി തോന്നിവാസിനൊന്നും അതിൻ്റെ അത് വെക്കാൻ പാടില്ലായിരുന്നു. അന്ന് ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു.
കാരണം നിങ്ങൾ എന്നാ വേണ്ട അറിയാ, ഇവൻ ഇറങ്ങിപ്പോയാൽ പോട്ടെ, വേറെ ആളെ കയറ്റി അവർ കയറട്ടെ, മനസ്സിലായ? അല്ലാതെ യുവമാരെ കൊണ്ട് തന്നെ ഇപ്പൊ ആര്യനാ ഒരു രാത്രി വന്നിട്ട് മോനെ ആര്യൻ നീ എവിക്റ്റ് ആയിരിക്കുന്നു അങ്ങനെയൊക്കെ പറ, ഒരു ടിസ്റ്റൊക്കെ കൊടുക്ക്. സത്യം അതെല്ലാം വേണ്ടേ? അതായത് ഞാൻ പറഞ്ഞത് ഒരു രാത്രി 2 മണി ആര്യൻ കൺഫെഷൻ റൂമിലേക്ക് വരിക, അവിടുന്ന് ആര്യനെ പിടിച്ചുകൊണ്ട് പോയിട്ട് എവിക്റ്റ് ആയി എന്ന് പറയാ. അങ്ങനെയൊക്കെ ആവുമ്പോഴേ ഈ ഷോയ്ക്ക് ഒരു ഭയങ്കരമായ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെ. ഇതെന്ന് പറയുന്നത് മറ്റേ അത് മാത്രമല്ല, ഇതിലും നല്ലതില്ല എൻ്റെ അഭിപ്രായത്തിന്. ഒരു ഈ താഴെയില്ലേ മറ്റേ റൗണ്ട് വെച്ചിട്ട് ഒരു എയും കൂടി അവിടെ ഇട്ട് വെക്കുന്നതാണ്. എന്നുവെച്ചാൽ ആരും അതന്നെ അങ്ങനെ കണ്ടാൽ മതി ഉച്ചപ്പാടം. പിന്നെ വേറൊരു കാര്യമുണ്ട്, വേറൊരു കാര്യമുണ്ട്, 12 മണിക്ക് ശേഷമില്ല ലൈവില്ലേ, മിഡ് നൈറ്റ് മസാല എന്ന് വൈറ്റ് കിട്ടി കഴിഞ്ഞാൽ മറ്റേ ഇതില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ എന്തെല്ലോ പരസ്യം കിട്ടും, വേറെ പരസ്യങ്ങൾ കിട്ടും, ഇന്റർനാഷണൽ പരസ്യം കിട്ടും. പക്ഷെ അന്നേരം നമുക്ക് ടിവിയിൽ കാണാൻ പറ്റില്ലല്ലോ. എന്റെ ഭഗവാനെ, ഇതുങ്ങൾക്ക് ഈ കുതിരകളെ എന്താ പറയേണ്ടത്? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും നാളെ വരെ വരുന്നവരെ നന്ദി, നമസ്കാരം. ചാലഞ്ചസ് വരുന്നുണ്ട് നാളെ. ചാലഞ്ചേഴ്സിനെ പറ്റിയിട്ട് നാളെ പറയാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചാലഞ്ചേഴ്സ് ആണ് നടന്നത്? നമ്മുടെ ശോഭ വിശ്വനാഥ്, റിയാസ് സലീം, പിന്നെ ഷിയാസ് കരീം ഒക്കെയാണെന്ന് പറയുന്ന. ഞാൻ പറഞ്ഞ ഈ ശോഭ വിശ്വനാഥും ഷിയാസ് കരീമിന് എവിടെയും കിട്ടാത്തതുകൊണ്ട് കൊണ്ടുവന്നതാണ്. പിന്നെ റിയാസ് സലീം വന്നിട്ട് എന്നാ ഓന്റെ ഷോ അപ്പൊ കുറച്ച് വരുന്ന കാണിക്കുന്നല്ലാതെ. പക്ഷെ റിയാസ് സലീം വൈൽഡ് കാർഡ് നല്ല ആയിരുന്നില്ലേ? അതെ, വേറെ ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇവിടാന്ന് പറയുന്നത് ഈ പിന്നെ ഇവന്മാർ പലതും കാണിക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും ബിഗ് ബോസ് കാണിക്കാൻ പറ്റൂല. മനസ്സിലായി എനിക്ക്? ഇവിടെ അത്രയേ ഉള്ളൂ. മിക്കവാറും നമ്മള് റോബിനെ പ്രതീക്ഷിച്ചതുപോലെ പ്രതീക്ഷിക്കും. ലാസ്റ്റ് എന്താ പറയാ, എന്റെ അഭിപ്രായം ഇപ്പോലെ രജിത്ത് പിന്നെയും വന്നു കഴിഞ്ഞാല് ഒന്ന് കസറിയിട്ട് പോവാറുണ്ട്. ഇവർക്ക് ഓൾറെഡി പറയുന്നില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, പിന്നെ അവരവിടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം മറ്റേ ഇവനെ കൊണ്ടുവരണം. ആരെ അറിയാം? മറ്റേ എന്നാന്ന് മറ്റേ പേര് ഫിറോസ് ഖാൻ, ഓനെല്ലാം കൊണ്ടുവരണം. ഓനെ പറയിച്ചിട്ട് പോയിരുന്നു. പക്ഷേ അതാ നടന്നു കൃത്യമായിട്ട്. അങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരണോ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടൽ റൂമിലേക്ക് അവരോട് പക്ഷെ റെസ്ട്രിക്ഷൻസ് വെക്കാൻ പാടില്ലപ്പാ. എന്ത് പറഞ്ഞു കഴിഞ്ഞാല് ശരി, ഫിറോസ് ഖാനും കാട്ടാണെങ്കിൽ ഇവരെ ഇക്ഷ ഇന്ന വരപ്പിച്ചിട്ട് കൊണ്ടുവരുന്ന ആരെങ്കിൽ അയാളെല്ലാം മെറ്റീരിയലാന്ന് ശരിക്ക്. അയാൾ ലാലേട്ടനെ ഇറക്കി വിട്ടിയെന്ന് ഷോന്ന്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അപ്പൊ നാളെ കാണുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.